ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. ഓവൻ, ബീറ്റർ, മുട്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ക്രീം പോലും നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ട കേട്ടോ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ട് സാധാരണ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കുന്നത്. 10 പേർക്കാണ് സമ്മാനം ഉള്ളത്. അപ്പോൾ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് കാണണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇത്രയാണ് കൂട്ടുകാരെല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഈ കേക്ക് ചെയ്യുന്നത് സാധാരണ ബേക്കിംഗ് ടിന്നിലൊന്നും അല്ല, സാധാരണ സ്റ്റീലിൻ്റെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ബൗളല്ല കേട്ടോ, നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ ഡബ്ബയില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന ആ ഡബ്ബയ്ക്കകത്താണ് നമ്മളിപ്പോൾ കേക്ക് ചെയ്യുന്നത്. ഒരു ഡ്രോപ്സ് അളവിൽ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഓയിൽ തേച്ചാൽ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായിട്ട് പോവും. അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എല്ലാ കേക്കിലും ഓവറായിട്ട് ഓയിൽ തേക്കരുത്. പിന്നെ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുമീസ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഹോം മെയ്ഡ് ബട്ടർ പേപ്പർ കാണാൻ വേണ്ടിയിട്ട് സുമീസ് വ്ളോഗ് ബട്ടർ പേപ്പർ എന്നൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ അതേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരല്പം മൈദ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഇട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഇതിനുള്ളിൽ നിന്നും വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി വന്ന മൈദ അങ്ങ് തട്ടിക്കളയുകയും വേണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള മുട്ടയൊന്നും ഇല്ലാത്ത കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് അളവിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പറയുന്ന സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഓയിലും പഞ്ചസാരയും മിക്സ് ആയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങയുടെ നീര് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം എടുത്തിട്ടുള്ളത് 1/4 ഗ്ലാസ് അളവിന് വെള്ളമാണ്. സാധാരണ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ അളവിന് തന്നെ പാല് വേണമെങ്കിൽ പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് വെള്ളം ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഒരു 1/4 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പയിലേക്ക് അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് അളവിന് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് ചേർത്തിട്ട് ഇപ്പം പാൽപ്പൊടി ചേർത്തില്ലേ, അതിന് പകരമായിട്ട് 1/2 ഗ്ലാസ് അളവിന് മൈദ ചേർക്കുക. മൊത്തത്തിൽ 1.5 ഗ്ലാസ് അളവിന് മൈദ ചേർക്കുക. അപ്പം നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ളളവിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരേ സൈഡിലോട്ട് തന്നെ ഇതുപോലെ കറക്കി മിക്സ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കി മിക്സ് ചെയ്യരുത്. ഒരേ ദിശയിലേക്ക് കണ്ടോ, ഒരേ സൈഡിലോട്ട് തന്നെ ഇതുപോലെ കറക്കി കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് സ്പീഡിന് മിക്സ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് പയ്യെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ കട്ടയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് യോജിച്ചു എന്ന് കണ്ടാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്താൽ ഓവർ മിക്സിങ് ആയി കൂടുതൽ എയർ ബബിൾസ് കയറും, അതുപോലെ കേക്ക് ഹാർഡായിട്ട് പോവും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതേ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മിക്സ് ചെയ്താൽ നമുക്ക് പ്രശ്നമാവും കേട്ടോ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരേ ദിശയിലേക്ക് തന്നെ കറക്കി എടുക്കുക. ഈ എഗ്ലെസ് കേക്ക് ചെയ്ത് ഒരുപാട് പേർക്ക് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടി.
വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇതിനുള്ളിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊരു തട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇറക്കി വെച്ച് ബേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ഇറക്കി വെച്ചിട്ടും ബേക്ക് ചെയ്യാം. നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വരും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏതാണെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ഇറക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേക്ക് അടിഭാഗം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45-50 മിനിറ്റൊക്കെ സമയം എടുത്ത് തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കണം. ക്രീം റെഡിയാക്കാൻ ഞാൻ റവയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ 1/2 ഗ്ലാസ് അളവിന് റവ എടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് അളവിന് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിന് വാനില എസൻസ് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ റവയൊക്കെ നല്ല കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ റവയൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രീമാട്ടോ. നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്രീം റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ റവയുടെ ആ ഒരു മിക്സ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. അതിനോടൊപ്പം 1/2 കപ്പ് പാല് ചേർത്ത് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിടുന്നത് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് ഒരു സ്വാദ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇത് നല്ല പോലെ അരഞ്ഞ് കിട്ടുകയും വേണം. നല്ല ഫൈനായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനത് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുകയാണ് കേട്ടോ. നെയ്യോ ബട്ടറോ ചേർക്കാം. അപ്പോൾ നെയ്യാകുമ്പോൾ എല്ലാവരും വീട്ടിലും കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നെയ്യ് തന്നെ ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് ഒന്ന് തിക്കായി വരാൻ തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം കട്ടിയായിട്ടിരിക്കും, കുറച്ച് ലൂസായിട്ട് പോവും. അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കും. അത് നിങ്ങൾ എന്താ പറയുക, കുറച്ച് സമയമൊക്കെ ഒരു ക്ഷമയോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഹൈറ്റിലോട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കുറുകി വന്ന ഉടനെ തീ ഓഫ് ചെയ്യും. കാരണം ഇനിയും ആ ഒരു ചൂട് തട്ടി അങ്ങ് കുറുകിക്കോളും. ഞാനിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് തട്ടി അങ്ങ് കട്ടിയായിട്ട് കിട്ടിക്കോളും. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്രീം. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ഐസിങ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ നല്ല എന്താ കാണാനൊരു ഭംഗിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ക്രീം നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോസിലൊക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോയി മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീം ഐറ്റമാണ്. ബർത്ത്ഡേക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയുക ചെയ്ത് കൊടുക്കാം. അവർക്കും ഒരു സന്തോഷമാവും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു 50-55 മിനിറ്റ് സമയം എടുത്താണ് കേട്ടോ ബേക്ക് ചെയ്തത്. എന്നാലേ കുറച്ച് നന്നായിട്ട് വരത്തുള്ളൂ. എഗ്ഗ്ലെസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ തന്നെ നമുക്ക് പുറത്തെടുക്കാം. എഗ്ഗ്ലെസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചെറിയ ചൂടോട് കൂടിയിട്ട് പുറത്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ ഒരു സൈഡ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഞാനൊരു 2 ലെയറായിട്ട് മാത്രമേ കേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. 3 ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കേക്ക് കണ്ടില്ലേ എത്രമാത്രം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടോ. നല്ല സൂപ്പറായിട്ട് എഗ്ഗ്ലെസ് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ടേൺ ടേബിൾ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ടേൺ ടേബിൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാണില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹൈറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചാൽ നമുക്ക് ടേൺ ടേബിളായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ ബൗളോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി അടിയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് കമത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഫസ്റ്റ്
ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ ക്രീം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഐസിങ് നൈഫ് യൂസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കത്തി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഐസിങ് നൈഫ് കാണണമെന്നില്ലല്ലോ, ഒരു കളറൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ അതേ സാധാരണ നമ്മൾ ക്രീം എടുക്കുന്ന പോലെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഐസിങ് ചെയ്യാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പാണ് കേട്ടോ. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചു. നല്ല പോലെ തിളച്ച സമയത്ത് തീ ഓഫ് ചെയ്തു. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കേക്കിൻ്റെ മുകളും സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ പോലെ തന്നെ സൈഡൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മുകളൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ കത്തി ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ മുകളൊന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. പക്ഷേ ഇതൊന്ന് ആ ഒരു ചെറിയ വെള്ളത്തോടു കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫുള്ള് എൻ്റെ പറ്റുന്ന വിധത്തിലൊന്ന് ഫിനിഷ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ചെറീസ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ഷുഗർ ബാൾസ് കൂടിയിട്ട് ഇതിൻ്റെ നടുക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേക്ക് റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ സെയിം ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല അതേ ടേസ്റ്റ് ആണെന്ന്. കഴിക്കാൻ കൊള്ളാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. വിപ്പിംഗ് ക്രീം ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല സ്മൂത്തായിട്ടുള്ള കേക്കാണ്, അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ പിടിയിട്ടും. കണ്ടില്ലേ, നമ്മുടെ 2 ലെയറിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല രുചിയാണ്. മുട്ടയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.